പറയാനുണ്ട്. എൻ്റെ മനസ്സിലുള്ള എല്ലാം വെച്ചതും എല്ലാം ലോണാണ്. ലക്ഷം വരുന്നതെന്നും എനിക്കറിയത്തില്ല. ജോലിക്കൊന്നും പോകുന്നില്ല. ഇതിന്റെ ജീവിതം എന്തുവാന്ന് അറിയുന്നത് 100% കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അനാമിക വിഷ്ണുസ് ടോപ്പിക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ കുറച്ച് പേര് പ്രതീക്ഷിച്ചിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്ന മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ ഇട്ട് കഴിയുമ്പം എനിക്ക് എന്താവുമെന്നോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഈ വീഡിയോയുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻ വരുന്നതെന്നോ എനിക്കറിയത്തില്ല. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്ന എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. എനിക്കിപ്പോഴെങ്കിലും നിങ്ങളോട് ഇതെല്ലാം തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി എൻ്റെ ജീവിതത്തെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും. അപ്പോൾ എനിക്ക് നിങ്ങളോട് നന്നായിട്ട് തുറന്ന് പറയാനുണ്ട്. എൻ്റെ മനസ്സിലുള്ള എല്ലാം ഞാൻ ഇന്നിവിടെ ഇറക്കി വെക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം 1-2 വീഡിയോസ് ഇട്ടപ്പോഴത്തേക്ക് ഇതാ 1-2 കമൻറ്റുകൾ ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ സ്ഥാപനത്തിലെ പൈസ കൊണ്ടാണ് ജീവിക്കുന്നത്. 100% കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 100% ആ സ്ഥാപനത്തിലേക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 85% ഞങ്ങൾ എടുക്കും. എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അമ്മമാർക്ക് കൊടുക്കത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഉണ്ണിയാണ് ജോലിക്കൊന്നും പോകുന്നില്ല, എല്ലാം ചുമ്മാതെ, ആരും ജോലിക്കൊന്നും പോകുന്നില്ല. ഞങ്ങൾ എന്താ സ്ഥാപനത്തിലെ പൈസ തന്നെയാണ് ജീവിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്കൊന്നുമില്ല. എല്ലാം കടവാണ്, എല്ലാം ലോണാണ്. ഈ വീട് വെച്ചതും എല്ലാം ലോണാണ്. ഞങ്ങൾക്ക് ഒത്തിരി കടങ്ങളുണ്ട്, ഒത്തിരി കടങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇവിടെ എല്ലാ പൈസ മറിച്ചിട്ടാണ് ഞങ്ങൾ കറങ്ങാൻ പോകുന്നതും എടുക്കുന്നതും എല്ലാം. ഇതെല്ലാം ഇപ്പം നിങ്ങളോട് ഞാൻ തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയുമ്പം എത്രത്തോളം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളെല്ലാവരും ഒരു കാര്യം അറിയണം. സ്ഥാപനത്തിലെ പൈസ ഇല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളാരും ജോലിക്കും കൂലിക്കും ഒന്നും പോകുന്നില്ല. ഞങ്ങൾ വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഇരുന്ന് കഴിക്കുക, അമ്മമാരെ പേരും പറഞ്ഞിട്ട്. അപ്പം എനിക്ക് നിങ്ങളോട് ഇത്രേ പറയാനുള്ളൂ. ഇങ്ങനെ പറയണമെന്നായിരിക്കും നിങ്ങളിൽ ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന സബ്സ്ക്രൈബ്സ് ഒഴിച്ച് 10% പേരെങ്കിലും ഞാൻ ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഈ പാഷാണത്തി കൃമികളെന്ന് പറയുന്നില്ലേ, അതേപോലത്തെ വ്യക്തികളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഗൈസ്, ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അത് ഇപ്പോൾ ഒന്നും കൂടെ കാണിക്കാം. ഇതുപോലത്തെ കുറച്ച് കമൻറ്റ്സ് ഞങ്ങൾക്ക് വരാറുണ്ട്. അപ്പോൾ അതിനുള്ളൊരു മറുപടി, ആ കീടാണുക്കളെ അടയാനുള്ള ഒരു ചെറിയ മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായം എന്തുമാവട്ടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയണം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേരെങ്കിലും പറയാം അഹങ്കാരം കൂടിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷെ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാനും ഉണ്ണിയണ്ണനും ഉണ്ണിമോളും സെപ്പറേറ്റ് ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മയും ഷൈജുണ്ണും സുൽത്താനും വർഷിച്ചേക്ക സ്ഥാപനത്തോട് ചേർന്നുള്ള ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിലെ ചിലവെല്ലാം എൻ്റെ ഹസ്ബൻഡാണ് നോക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഒരു 15,000-ൽ മേലെ സാലറി ഉണ്ട്. അങ്ങനത്തെ ഒരു ജോബിനാണ് പോകുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡിന് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്. പിന്നെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഞാൻ ഇടുന്ന എഫേർട്ടിന് എനിക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്. എത്രയാണെന്നൊന്നും ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ ഇടുന്ന എഫേർട്ടിന്, ഞാൻ എൻ്റെ കുഞ്ഞിനെയും നോക്കി വീട്ടിലെ കാര്യവും നോക്കി എൻ്റെ പഠിക്കാനുള്ള കാര്യങ്ങളും നോക്കിയിട്ടാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും ഉണ്ണിമോളുടെ ഓരോ വിശേഷങ്ങൾ ചെയ്യുന്നതും ആ വീഡിയോകളെല്ലാം ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാൻ ഈ കുറച്ച് സമയം മാറ്റി വെച്ച് എൻ്റെ ഒരു കുറച്ച് എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ ചെയ്യുന്നതിൽ എനിക്ക് ദൈവം അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തരുന്നുണ്ട്. അപ്പം ഞാൻ ഇടുന്ന എഫേർട്ടിനാണ് എനിക്ക് ദൈവം ആ ഒരു സാലറി പോലെ തരുന്നത്. അപ്പം എനിക്ക് അത്യാവശ്യം എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് ഒരു വരുമാനം എന്നുള്ള രീതിക്ക് എൻ്റെ ഹസ്ബൻഡിന് കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ഉണ്ണിമോളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും അതുപോലെ തന്നെ എൻ്റെ പഠിത്തക്കാര്യവും എല്ലാം നോക്കിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും ഷൂട്ട് ചെയ്യാനിരിക്കുന്നതും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? നിങ്ങൾ തന്നെ പറ. എൻ്റെ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ണിയാണ് ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂറിൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്ത് രാവും പകലും ഇല്ലാതെ വെയിലും കൊണ്ട് മഴയും കൊണ്ട് കഷ്ടപ്പെട്ടാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ എന്നെ നോക്കിയിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ണിയണ്ണൻ ജോബിന് പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ജോബിന് പോകുന്നുണ്ട്. ഉണ്ണിമോളെ എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പായപ്പോൾ ഉണ്ണിയണ്ണൻ എനിക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഉണ്ണിയണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്. ഉണ്ണിയണ്ണൻ ഒരു 15 രൂപ മേളിൽ സാലറി ഉണ്ണിയണ്ണനുണ്ട്. ഞാൻ കറക്റ്റ് എമൗണ്ട് പറയുന്നില്ല, 15-ന് മേലെ ഉണ്ണിയണ്ണന് സാലറി ഉണ്ട്. പിന്നെ ഞാൻ ഇടുന്ന എഫേർട്ടിന്, ഞാൻ ഈ ഉണ്ണിമോളെ നോക്കി അവളെയും കിടത്തി ഉറക്കിയിട്ടാണ് ഞാൻ ഓരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഒക്കെ. ഉണ്ണിയണ്ണൻ ഉള്ള ടൈമിൽ ഉണ്ണിയണ്ണനായിരുന്നു എഡിറ്റിങ് കാര്യങ്ങൾ. ഉണ്ണിയണ്ണൻ ജോലിക്ക് പോയതിന് ശേഷം തൊട്ട് എനിക്കത് പറഞ്ഞ് തന്നിട്ടാണ് ഉണ്ണിയണ്ണൻ പിന്നെ പോയത്. അപ്പോൾ ഫുൾ എഡിറ്റിങ് കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്. ചില വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ണിയണ്ണനാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം അവളെ ഉറക്കി കിടത്തിയിട്ട് ശേഷമാണ് ഞാൻ ഈ വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പം ആ ഒരു എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്നതിൽ എനിക്ക്
തുക എനിക്കൊരു റവന്യൂ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്നതെന്നല്ല കിട്ടാറുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഉണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് കമൻറ്റ് വരും, പോസിറ്റീവ് കമൻറ്റും വരും. പക്ഷെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നതിന് മര്യാദ കടന്ന് കഴിയുമ്പോഴാണ് ഞാനത് റിയാക്ട് ചെയ്യുന്നത്. അത് കുറേ മൈൻഡ് ചെയ്യാതെ ഞാൻ കളയുന്ന കമൻസും ഉണ്ട്. എല്ലാ ജോലിക്കും അതിൻ്റേതായ അന്തസ്സുണ്ട്, മനസ്സിലായോ? എല്ലാ ജോലിക്കും ഒരു വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് അപ്പോഴേ അപ്ലോഡ് ഇടുമല്ല, വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്ത് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടോ എന്ന് നോക്കി അതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വീഡിയോ അപ്ലോഡിന് ഇട്ട് തന്നെയാണ് അത് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളിലേക്ക് എത്തുമ്പോഴാണ് അതൊരു ഫുൾ വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിൻ്റേതായ കഷ്ടപ്പാട് ഉണ്ട്. ആ കഷ്ടപ്പാടിന് എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുന്നുമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഉണ്ണിയണ്ണും എനിക്കും വേറെ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫോണും കാര്യങ്ങളും ഒന്നും ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല. ഇനി അങ്ങോട്ട് എടുക്കേണ്ടി വരുമെന്നും അറിഞ്ഞൂടാ, പക്ഷേ ഇതുവരെ ഞങ്ങൾ എടുത്തിട്ടില്ല. അപ്പം ആ ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾ നേരിടുന്നില്ല. അത്യാവശ്യം ഞങ്ങളുടെ ലൈഫിൽ നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഉണ്ണിമോളുടെ ഹോസ്പിറ്റൽ ചിലവായാലും നമുക്ക് നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ അവളുടെ ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതായി കഴിഞ്ഞാൽ ഉള്ള ഹോസ്പിറ്റൽ ചിലവ്, പിന്നെ ഞങ്ങളുടെ ചിലവ്, ഉണ്ണിമോളുടെ ചിലവ്. അപ്പം അത്യാവശ്യം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളുടേതായ കഷ്ടപ്പാടിലൂടെ നേടുന്ന പൈസ കൊണ്ട് ഞങ്ങൾക്കത് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. 20 വയസ്സെന്നൊരു നിലയിൽ ഞാൻ പറയുവാണ്, എനിക്ക് എൻ്റെ പഠിത്തവും എൻ്റെ ഉണ്ണിമോളുടെ കാര്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഒരു വീടും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ചെറിയൊരു എമൗണ്ടും ഏണിങ്സും എന്നെക്കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ചെറിയ തുകയാണെങ്കിൽ പോലും അത് എന്നെക്കൊണ്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ട്. അത് സമ്പാദിച്ച് എനിക്ക് ഉണ്ണിയണ്ണൻ്റെ പല കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനും ഉണ്ണിയണ്ണത് കൊടുക്കുമ്പോഴും കിട്ടുന്ന സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. ഈ ഒരു ഏജിൽ ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, അതെനിക്ക് നല്ല ഉറപ്പാണ്. കാരണം എനിക്ക് മാസം വീട്ടിൽ ഇരുന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം നോക്കി എനിക്ക് വീട്ടിൽ ഇരുന്ന് കുറച്ച് നേരം കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ കഷ്ടപ്പെടുന്നതിന് ഒരു പ്രതിഫലം കിട്ടുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോയി അധ്വാനിച്ച് തന്നെയാണ് എന്നെ നോക്കുന്നത്. അതായത് നിങ്ങൾ പറയും കൂട്ട് ലക്ഷങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് സ്ഥാപനത്തിൽ കൂടെ, ആ സ്ഥാപനത്തിൻ്റെ ചിലവിലാണ് തിന്ന് കഴിയുന്നത്, അതിലല്ലയോ നീ അവിടെ പോയത് ഇവിടെ പോയത്, അങ്ങനെയുള്ള കമൻറ്റ് ഇടുന്നവരോട് എനിക്ക് പറയാൻ ഒന്നേ ഉള്ളൂ, ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് എന്ന് വെച്ചാൽ സ്ഥാപനത്തിലെ കാര്യമല്ല ഞാൻ പറയുന്നത്. സ്ഥാപനം വേറെ, ഞങ്ങളുടെ ഫാമിലി വേറെ, മനസ്സിലായോ? സ്ഥാപനത്തിലെ പൈസ എടുത്തിട്ട് ഫാമിലിയിലൊന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്ക്. സ്ഥാപനത്തിൽ ഓരോ കാര്യങ്ങൾക്കും കണക്കും കാര്യങ്ങളും കൃത്യമായിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനമാണ്. ഗവൺമെൻറ്റും കൂടെ കൈകാര്യം ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പ് ഇടപെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് ജീവമാതാ കാരുണ്യ ഭവൻ. അവിടെ കണക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അല്ലാതെ നിങ്ങളിൽ ഒരു 100-ൽ ഒരു 95 നല്ല ആൾക്കാരും ഒരു 5% കീടാണുക്കളും ഉണ്ട്. അപ്പോൾ ഈ കീടാണുക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ വിചാരിക്കും കൂട്ട് സ്ഥാപനത്തിലെ പൈസ കൊണ്ടല്ല ഞങ്ങൾ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ആരെയും ഔദാര്യമില്ല എന്ന് വെച്ചാൽ ആരോടും കൈ നീട്ടാതെ അന്തസ്സായിട്ട് ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ കഷ്ടപ്പെടുന്നതിന് എനിക്കൊരു റവന്യൂ കിട്ടുന്നുണ്ട്. ഉണ്ണിയണ്ണൻ ജോലിക്ക് പോകുന്നുണ്ട്, ഉണ്ണിയണ്ണനും കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഈ യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത്, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇതില്ലായിരുന്നെങ്കിലും ഹസ്ബൻഡ് ജോലിക്ക് പോയി ഞങ്ങളെ നോക്കുമായിരുന്നു, മനസ്സിലായോ? ഞങ്ങൾക്ക് വേറെ കടവോ ലോണോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡ് ജോലിക്ക് പോയി ജീവിക്കുമായിരുന്നു. അപ്പം ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് എനിക്ക് അതിനുള്ള ഗുണവുമുണ്ട്. അപ്പം അങ്ങനെയുണ്ട്. അത് മാത്രമല്ല, അതിലുപരി എനിക്ക് എടുത്ത് പറയേണ്ട കാര്യം, നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ടെന്ന് വെച്ചാൽ ഒത്തിരി പേരുണ്ട്. അവരെ സപ്പോർട്ടും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്നത്. ആരെ മുമ്പിലും കൈ നീട്ടാതെ ഞങ്ങൾക്ക് അന്തസ്സോട് കൂടി ജീവിക്കാൻ പറ്റുന്നത്, ആരുടെയും പറ്റിക്കുകയും കവർച്ചടത്തുകയും ചെയ്യാതെ നല്ല അന്തസ്സോടു കൂടി ജീവിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ്. അപ്പം ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് നല്ലൊരു എമൗണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്. ഞാൻ ഇത് എടുത്ത് റിപ്പീറ്റ് അടിച്ച് പറയുന്നൊന്നുമല്ല. ഈ കീടാണുങ്ങളുടെ ചെവിയിലേക്ക് ഇത് തറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് അടിച്ച് പറയുന്നത്. അപ്പം അത്യാവശ്യം ഞങ്ങൾ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. സ്ഥാപനത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ടല്ല. നിങ്ങൾ പറയും കൂടി ഞങ്ങൾ സ്ഥാപനത്തിലെ പൈസ തിന്നുകയോ അല്ലെങ്കിൽ സ്ഥാപനത്തിലെ പൈസ കൊണ്ട് അടിച്ചു പൊളിക്കുകയോ അങ്ങനെയൊന്നുമല്ല. ഫാമിലി വേറെ, സ്ഥാപനം വേറെ, അങ്ങനെയാണ്. സ്ഥാപനത്തിൽ ഒരു കാര്യവും എടുത്ത് ഫാമിലിയിലിട്ട് കലക്കത്തില്ല, മനസ്സിലായോ? അപ്പം ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരൊന്ന് ശ്രദ്ധിക്കുക. സ്ഥാപനം വേറെ, ഞങ്ങളെ വീട് വേറെ. ഒരു ട്രിപ്പ് പോയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്താലും, ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്താലും ഒരാളെങ്കിലും താഴെ വന്ന് ചോദിക്കും, സ്ഥാപനത്തിലെ പൈസയ്ക്കല്ലേ ഈ കറങ്ങാൻ പോകുന്നതെന്ന്. ഗൈസ്, നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഞങ്ങൾ വല്ലപ്പോഴുമാണ് ഒരു ആശ വരുമ്പോൾ, ഇങ്ങനെ ഒരു മോഹം എങ്ങോട്ടെങ്കിലും പോയാലോ എന്നൊരു മോഹം വരുമ്പോഴാണ് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഒന്ന് പോകുന്നത്. ഞാനും ഉണ്ണിമോളുടെ എങ്ങോട്ടെങ്കിലും പോകുന്നത്.
അപ്പോൾ അങ്ങനെ പോകുമ്പം അത് ഞങ്ങളെ വരുമാനം കൊണ്ട്, ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ടാണ് ഞങ്ങൾ പോയി സന്തോഷം തേടുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്. ഞങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ പൈസ കൊണ്ടുപോയി ഞങ്ങൾ സന്തോഷം കണ്ടെത്തുന്നത്. അതൊരിക്കലും സ്ഥാപനത്തിൻ്റെ പൈസയല്ല. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട്, ഞാൻ പറഞ്ഞ പോലെ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പം അതും പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അവരുടെ പ്രാർത്ഥനയും കൊണ്ടാണ് ഏതൊരു പ്രതിസന്ധിയും തരണം ചെയ്ത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പം ഈ നെഗറ്റീവ് ഇടുന്നവർ എല്ലാം ഇങ്ങനെ ഒരു മഞ്ഞക്കണ്ണുകൊണ്ട് കാണാതെ കുറച്ചെങ്കിലും ഒന്ന് കണ്ണ് തുറന്ന് ഒന്ന് കാണണം. കാരണം സത്യത്തിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുറച്ചെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഞാൻ ഉള്ളത് പറയാമല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പല സ്ഥലത്തും, മൂന്നാറൊന്നും ഞാൻ പോയിട്ടേ ഇല്ലായിരുന്നു. ടി വിയിലും അതേപോലെ ഓരോ ആൾക്കാർ പറഞ്ഞും കേട്ടിട്ടുള്ളൂ ഈ മൂന്നാറൊക്കെ. സത്യത്തിൽ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ ആദ്യമായിട്ട് ഉണ്ണിയണ്ണ എന്നെ മൂന്നാറിൽ കൊണ്ടുപോകുന്നത്. മാരേജ് കഴിഞ്ഞതിന് ശേഷം, ഈ ഉണ്ണിമോള് വന്നതിന് ശേഷം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ഇടുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ഇത് പറയുമ്പോൾ എത്രത്തോളം നിങ്ങളത് ഉൾക്കൊള്ളുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഒന്നും ഇല്ലാണ്ടിരുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ സ്വയമേ നേടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് നമ്മളൊരു മുട്ടായി വാങ്ങി തിന്നാൽ, അത് 1 രൂപ ആണെങ്കിൽ പോലും നമ്മളത് വാങ്ങി തിന്നാൽ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഉണ്ണിമോളെ നോക്കാനും അതുപോലെ തന്നെ അവൾക്ക് ഒരു സാധനം കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങാൻ ഞങ്ങളെ കൊണ്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇപ്പം ഞങ്ങൾക്ക് അവൾക്കത് വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞങ്ങളുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കുന്നവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുമാണ് ഞാനത് ആദ്യം തന്നെ ഒത്തിരി താങ്ക്സ് പറയുന്നത്. നിങ്ങളെപ്പോലെ ഉള്ളവരുള്ളതുകൊണ്ടാണ്, സത്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ മുന്നോട്ട് ഇങ്ങനെ പോകുന്നത്, ഒരു പ്രശ്നവും ഇല്ലാതെ. എന്തൊരു പ്രശ്നം വന്നാലും നിങ്ങളെ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് തരണം ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ നെഗറ്റീവ് ഇടുന്നവരൊന്ന് ചിന്തിക്കണം. നമ്മളെ പൈസ കൊണ്ട്, നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് തൊട്ടൊരു 10 മീറ്റർ ഒന്ന് കറങ്ങാൻ പോയാലും അതൊരു സന്തോഷമാണ്. എൻ്റെ ലൈഫിലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം സത്യത്തിൽ ജീവിതം എന്തുവാന്ന് അറിയുന്നത്. അതുവരെ പല സ്ഥലത്ത് പല സ്ഥാപനത്തിൽ നിന്ന് പല കുത്തുവാക്കും കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ മൂന്നാർ പോകുന്നത്, വാഗമൺ പോകുന്നത്, എന്തിന് ഒരു സ്വിമ്മിംഗ് പൂളിൽ പോലും ഇറങ്ങുന്നത് അപ്പോഴാണ്, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളം കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ട് വന്ന ലൈഫിലാണ് എനിക്കിപ്പോൾ ദൈവം എത്രത്തോളം സന്തോഷം തരുന്നതെന്ന്. എന്ന് വെച്ച് നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവർ എനിക്കത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നതെന്നല്ല, ഒരു 100-ൽ ഒരു 20-25% എനിക്കത് ചെറിയ സങ്കടമുണ്ട്. നിങ്ങളിങ്ങനെ പറയുന്നല്ലോ കാര്യങ്ങൾ അറിയാതെ. പിന്നെ ഞാൻ ആലോചിക്കും, ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന നിങ്ങളെപ്പോലെ ഉള്ളവർക്ക് മഞ്ഞയാണല്ലോ, നിങ്ങളുടെ കണ്ണ് മഞ്ഞയാണല്ലോ, അപ്പോൾ എന്തൊരു കാര്യം കണ്ടാലും അത് മഞ്ഞയായിട്ടേ തോന്നത്തുള്ളൂ എന്ന് ചിന്തിക്കും. അപ്പോൾ എനിക്ക് ആ സങ്കടം ഒന്നും പോകും കേട്ടോ. കാരണം ഞാനത് ഈ സങ്കടപ്പെട്ടിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഓർത്ത് സങ്കടപ്പെടാനേ പറ്റൂ. മറിച്ച് ഞാൻ എൻ്റെ കാര്യം പഴയതുപോലെ തന്നെ വീഡിയോ എഡിറ്റും ചെയ്ത് വീഡിയോ ഇട്ട് ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് അവിടെയും പോയി ഇവിടെയും പോയി ഹാപ്പി ആയിട്ട് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ എൻ്റെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. പിന്നെ നിങ്ങൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുന്ന നിങ്ങളെപ്പോലെയുള്ള കീടാണുക്കൾ ബാക്കിയുള്ളവരെ എൻ്റെതെന്ന് മാത്രമല്ല എല്ലാവരുടെയും കുറ്റം ഇങ്ങനെ ചുരണ്ടി എല്ലാ കുറ്റവും കണ്ടുപിടിച്ച് ഇങ്ങനെ ഒരു പോസ്റ്റ്, ഒരു സന്തോഷ വാർത്ത ഇട്ടാലും അതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് ഇടാൻ നിങ്ങളെപ്പോലെ കുറേ കീടാണുക്കൾ കാണും. നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കീടാണുക്കൾ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എനിക്കിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി അടുത്തത് കാണും വരെ ഓക്കെ, ബൈ.